അകാലത്തിൽ മരണമടഞ്ഞ ബിജു കാഞ്ഞങ്ങാടിന്റെ മരിക്കാത്ത ഓർമ്മകൾ നെഞ്ചേറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജന്മനാടായ കിഴക്കുംകര മെട്രോ ക്ലബ്ബിൽ നടന്ന പരിപാടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഇ.വി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chemannur International Jewelers. ബിജു കാഞ്ഞങ്ങാട് അനുസ്മരണ സമിതി, കിഴക്കുംകര മണലിൽ മെട്രോ ക്ലബ്ബ്, വായനശാല എന്നിവർ ചേർന്നാണ് കവി, ചിത്രകാരൻ, അധ്യാപകൻ തുടങ്ങി നിരവധി മേഖലയിൽ കാഞ്ഞങ്ങാടിന്റെ ജനകീയനായ അകാലത്തിൽ മരണമടഞ്ഞ ബിജു കാഞ്ഞങ്ങാടിന്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മനാടായ കിഴക്കുംകര മെട്രോ ക്ലബ്ബിൽ നടന്ന പരിപാടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഇ.വി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വിഷയമായിട്ട് കൊണ്ടുവരണം. ചിത്രകലയും കവിതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു ദീർഘലേഖനം വേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ആശയങ്ങൾ ബിജു പറയുമായിരുന്നു. എനിക്ക് അവസാനം ബിജു അയച്ചു തന്നൊരു ലേഖനം, അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അന്ന് നിറങ്ങളുടെ ദേശം, കാസർഗോഡൻ നിറഭേദങ്ങളുടെ സ്വത്വ വിചാരം, ഇതുപോലെ 2-3 ലേഖനങ്ങളാക്കി ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് ഒരു ലക്കം ഇറക്കണം. ആ തരത്തിൽ ഞാനും KGS കൂടി പല ചിത്രകാരന്മാരോടൊക്കെ സംസാരിക്കായിരുന്നു. അംബികാസുധൻ മാങ്ങാട് അധ്യക്ഷനായി. നിരൂപകൻ KV സജയ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ദിവാകരൻ വിഷ്ണുമംഗലം, മാധവൻ പുറച്ചേരി, CP ശുഭ, രാജേഷ് കരിപ്പത്ത്, അശ്വിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മെട്രോ ക്ലബ്ബ് വായനശാല സെക്രട്ടറി ചന്ദ്രൻ മണലിൽ സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി K. രാഗേഷ് നന്ദിയും പറഞ്ഞു. ബിജുവിന്റെ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ക്ലബ്ബ് അംഗങ്ങളും തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ബിജു കാഞ്ഞങ്ങാടിന്റെ കവിതകളും ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.